ഹലോ ഡിയേഴ്സ്, നിങ്ങൾക്ക് ഇവിടെ ഒരു പിക്ചർ കാണുന്നുണ്ട്. എന്താണത്? ആ, മൊട്ടക്കുന്നുകൾ അല്ലേ? നമ്മൾ ടൂറ് പോകുന്ന സമയത്ത്, പല സ്ഥലത്തേക്കായി പോകുന്ന സമയത്ത് അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്ന ചെറിയ ചെറിയ കുന്നുകളാണ് മൊട്ടക്കുന്നുകൾ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുണ്ടായിരിക്കും അല്ലേ? ഇനി നിങ്ങൾ നോക്കൂ, ആ മൊട്ടക്കുന്നുകളിൽ നിന്ന്, ആ പിക്ചറിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്ത സിംഗിൾ മൊട്ടക്കുന്ന്, അതിൻ്റെ ഒരു പിക്ചർ നിങ്ങളോട് കാണും. ഓക്കെ, അതേപോലെ ഞാൻ ഇവിടെ ഒരു കുന്ന് പോലെ വരയാൻ പോകും. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതേപോലെ കുന്ന് പോലെ ഇങ്ങനെ വരഞ്ഞു, നമ്മൾ വീണ്ടും തിരിച്ചു വന്നു. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മളൊരു അരിഫ്. എന്തിനാണ് ഞാൻ മൊട്ടക്കുന്ന് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും. അലിഫ് ഇട്ടപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? അറബിക്കിലെ ത്വാ എന്നുള്ള ലെറ്റർ കിട്ടി. ഇനി നമുക്ക് അറബിക്കിലെ ത്വാ എന്നുള്ള ലെറ്ററിന് ഹർക്കത്തുകൾ കൊടുത്തു. ത്വാ, ത്രീ, തു, തു, ത്വൻ. തന്നീൽ ഫത്ത് വരുമ്പോൾ നമുക്ക് കൂടുതൽ അലിഫ് കൂടാണ്. ത്വൻ, ത്വിൻ, ത്വൻ. ഇവിടെ നമുക്ക് മനസ്സിലായി ജോയിൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് തോയിനെ മറ്റു ലെറ്റേഴ്സുമായി ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു വേർഡ് എഴുതി. കണ്ടോ, ഇവിടെ ജോയിൻ ചെയ്തത് കണ്ടോ? അപ്പോൾ ത്വാ എന്നുള്ള ലെറ്റർ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.